അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് പഴം വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല ചൂട് സമയമായില്ലേ, ഈ ഒരു ചൂടിനൊക്കെ നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു തണുത്തത് കുടിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ജ്യൂസാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 2 ചെറുപഴം, നമ്മളിവിടെ പാളയംകോട് പഴം എന്നൊക്കെ പറയും. പിന്നെ ഞാനിതാ ഒരു 7 ഈത്തപ്പഴം, അതിൻ്റെ കുരു കളഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാട്ടോ. അതിനോടൊപ്പം തന്നെ കുറച്ച് പീനട്ടും കുറച്ച് വാൾനട്ടും കൂടെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, നല്ല പോലെ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീം ഓപ്ഷനിലാണ്, ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് പാല് വേണം, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പഴത്തിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും, ഈത്തപ്പഴത്തിലുണ്ടാവും, അതേപോലെ നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിലും ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചൂടിന് ഈ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ ഈ പഴമൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഴം കൊലിച്ചിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് അങ്ങ് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഒരുപാട് പഴുത്ത് കുഴഞ്ഞു പോയ പഴം എടുത്തിട്ടില്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ പഴമൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഐസ്ക്രീമൊക്കെ ചേർത്തിട്ട് അവർക്ക് ഒരു ഡ്രിങ്ക് ആക്കിയിട്ട് കൊടുക്കണം. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു ക്ഷീണവും മാറിക്കിട്ടും, അതേപോലെ നല്ലൊരു ഹെൽത്തിന് ഒരുപാട് ഗുണവും ചെയ്യും. പിള്ളേരാണെങ്കിൽ നല്ല പോലെ അങ്ങ് കുടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കിതേപോലെ റെഡിയാക്കി എടുക്കാം. അപ്പം ഇനി ഞാനിതിലേക്ക് നല്ല പോലെ നമുക്കൊന്ന് അരഞ്ഞ് കിട്ടണമല്ലോ, അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ നമ്മുടെ ഈ ഒരു ഈത്തപ്പഴം കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള ചെറിയ ചൂടുവെള്ളം അതേപോലെ തന്നെ നമ്മൾ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു പീനട്ടും വാൾനട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് മധുരം ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇനി ഞാനിത് ഈ ഒരു വെള്ളത്തിൽ തന്നെ നല്ലപോലെ പേസ്റ്റാക്കി കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് പാല് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതാ ഞാൻ വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ വീട്ടിൽ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒരു ഐസ്ക്രീമും കൂടെ ചേർക്കാം. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല പോലെ കട്ടാക്കി എടുത്തിട്ടുള്ള ഒരു പാലും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാലൊക്കെ ഇതിലേക്ക് പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല പോലെ കട്ടായി കിടക്കുന്ന പാലാട്ടോ. ഇനി നമുക്കിതിലേക്ക് തേൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തേൻ ചേർക്കാം കേട്ടോ. മധുരത്തിന് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ ചേർക്കാം കേട്ടോ. ഇനി ഞാനിത് ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ അടിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അടിപൊളിയായിട്ടുള്ള ഷെയ്ക്ക് എന്ന് തന്നെ പറയാം കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ലൊരു തണുത്ത് നമുക്കൊന്ന് കുടിക്കാൻ നല്ല ആഗ്രഹമായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാൻ അടിയാത്തതും കൂടെ ഒന്ന് അടിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മുടെ മക്കൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ക്ഷീണത്തിൽ വരുന്ന പിള്ളേർക്ക് ഇതൊരൊറ്റ ഗ്ലാസ് മതിയാവും കേട്ടോ. അവർക്ക് പെട്ടെന്നൊരു ഉഷാറും ഉന്മേഷമൊക്കെ നല്ല പോലെ കിട്ടിക്കോളും. അതേപോലെ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഇതേപോലെ ഒരു
ഡ്രിങ്കൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഒരു ഷെയ്ക്കോ ജ്യൂസൊക്കെ നമ്മൾ റെഡിയാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക ഒരു എനർജി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴം ഏതും ആയിക്കോട്ടെ, നമുക്ക് നമ്മളെ കയ്യിലുള്ള പഴം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ ഷെയ്ക്കിലേക്ക് ഇനി ഞാനിതാ കുറച്ച് ഐസ് ക്യൂബ്, വളരെ കുറച്ച് മതി, നമ്മുടെ ആ ഒരു തിക്നെസ് പോവാതെ വേണം കേട്ടോ. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് അങ്ങ് എടുക്കാം. ഇതേപോലെ ഞാനൊരു 3 ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. പഴമൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്ത് നോക്കുക, അവരങ്ങ് കഴിച്ചോളും. അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും. വളരെ കുറച്ച് ഒരു 5 രൂപയുടേതോ 10 രൂപയുടേതോ ഒരു ഐസ്ക്രീം ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ആ ഒരു തിക്നെസ്സും ഒക്കെ നമ്മുടെ ആ ഒരു ഷേക്കിന് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.